വെൽക്കം ടു NRI വേൾഡ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഫോബ്സ് മാഗസിൻ. 200 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 129-ാം സ്ഥാനം. രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അടിസ്ഥാനമാക്കിയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോബ്സ് പുറത്തുവിട്ടത്. ആഗോള നാണയനിധിയുടെ കണക്ക് അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം അടിസ്ഥാനമാക്കിയാണ് GDP നിശ്ചയിക്കുന്നത്. ഏഷ്യയും യൂറോപ്പും കൂടാതെ അമേരിക്കയും ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ത്യക്ക് 129-ാമത്തെ സ്ഥാനമാണ്. ലക്സംബർഗാണ് ഫോബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഇവിടത്തെ വാർഷിക വളർച്ചാ നിരക്ക് 1.3%. ബാങ്കിംഗ്, സ്റ്റീൽ മേഖലകളിലെ വളർച്ചാ മുന്നേറ്റമാണ് ലക്സംബർഗിന് തുണയായത്. പട്ടികയിൽ 2-ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിന്റെ വാർഷിക വരുമാന നിരക്ക് 2.6%. ഗൾഫ് രാജ്യമായ ഖത്തർ പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. സൗത്ത് സുഡാനാണ് പട്ടികയിൽ അവസാനമെത്തിയത്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് ന്യൂസിലാൻഡ്. പ്രതീക്ഷയോടെ അന്തർദേശീയ വിദ്യാർത്ഥികൾ. പല രാജ്യങ്ങളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് മുഖം തിരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങളാണ് ന്യൂസിലാൻഡ് നടത്തുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാജ്യം. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് ന്യൂസിലാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി 30 ആഴ്ചത്തെ ബിരുദാനന്തര ഡിപ്ലോമയുള്ള വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കും. 30 ആഴ്ചകൾ തികയാതെ ബിരുദാനന്തര ബിരുദത്തിലേക്ക് മാറിയാലും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അർഹത നേടാം. വിദ്യാഭ്യാസ വിദഗ്ധർ പുതിയ നിയമങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായി മൂല്യവർദ്ധിത നികുതി റീഫണ്ട് സംവിധാനം ആരംഭിക്കുകയാണ് സൗദി അറേബ്യ. കൂടുതൽ വിനോദസഞ്ചാരികളെ സൗദിയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. സന്ദർശക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും വാറ്റ് റീഫണ്ട് സംവിധാനം ആരംഭിക്കുകയാണ് സൗദി. അടുത്ത വർഷം മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങും. എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രാജ്യം. അടുത്ത വർഷം അവസാനത്തോടെ 127 ദശലക്ഷം സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ടൂറിസം ചെലവ് 346.6 ബില്യൺ റിയാലിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകും. 2023-ൽ 104 ദശലക്ഷം വിനോദസഞ്ചാരികളാണ് സൗദിയിലെത്തിയത്. ഇതിൽ 27 ദശലക്ഷം രാജ്യാന്തര സന്ദർശകരും 77 ദശലക്ഷം ആഭ്യന്തര സഞ്ചാരികളും ഉൾപ്പെടുന്നു. ഈ വർഷം പകുതിയോടെ ടൂറിസം ചെലവ് 156.6 ബില്യൺ റിയാലിലെത്തി. ഇത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലേക്ക് നേരിട്ട് സംഭാവന ചെയ്യുകയും സ്വകാര്യ മേഖലയ്ക്ക് ഗുണകരമാകുകയും ചെയ്തു. ഈ വർഷം അവസാനത്തോടെ 119.6 ദശലക്ഷം വിനോദസഞ്ചാരികളെ രാജ്യത്തെത്തിക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. US-ൽ പഠനത്തിനായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വൻ വർധന. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അവസരങ്ങളുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ US സർവകലാശാലകളിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഇടമായി US മാറുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടും അവസരങ്ങളുമാണ് US-ലേക്ക് ആകർഷിക്കുന്നതെന്ന് പേസ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് മാർവിൻ ക്രിസ്ലോവ് പറഞ്ഞു. US-ൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൈനയിൽ നിന്നായിരുന്നു പഠനത്തിനെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇക്കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നു. 2023-2024 കാലയളവിൽ US-ൽ പഠിക്കുന്നത് 3,31,602 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. മുൻ വർഷത്തേക്കാൾ 23% വർധനവാണിത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിലവാരം അസാധാരണമാം വിധം ഉയർന്നതായും വിലയിരുത്തലുണ്ട്. US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദേശം 2 ലക്ഷം പേർ ബിരുദ പ്രോഗ്രാമുകളിൽ പഠിക്കുന്നവരാണ്. US-ലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏകദേശം 60% ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സർക്കാരും US സർക്കാരും തമ്മിൽ വളരെ ശക്തമായ ബന്ധമുണ്ട്. എന്നാൽ ചൈനയും US-ഉം തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളാവുകയാണ്. ചൈനയിൽ നിന്ന് വിദ്യാർത്ഥികൾ കുറയാൻ ഇതൊരു കാരണമാകാം. ഓസ്ട്രേലിയ, UK, കാനഡ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ US-ലേക്ക് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം അതിവേഗം വളരുകയാണെന്നും റിപ്പോർട്ടുണ്ട്.
അടുത്ത വർഷം ആഗോളതലത്തിൽ വിമാന നിരക്ക് ഉയരും. ഉയർന്ന വേതനം, ഇന്ധന ചിലവ്, അധിക സർചാർജുകൾ എന്നിവയാണ് വർധനവിന് കാരണം. അമേരിക്കൻ എക്സ്പ്രസ് ഗ്ലോബൽ ബിസിനസ് ട്രാവൽ ഗ്രൂപ്പിന്റേതാണ് റിപ്പോർട്ട്. ഭൂരിഭാഗം റൂട്ടുകളിലെയും യാത്രാ നിരക്ക് ഉയരും. എന്നിരുന്നാലും പ്രദേശങ്ങൾക്കനുസരിച്ച് നിരക്ക് വർധനയുടെ വലുപ്പം വളരെയധികം വ്യത്യാസപ്പെടാം. വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും വിമാന നിരക്ക് 2% കൂടും. അതേസമയം ഏഷ്യയിലും ഓസ്ട്രേലിയയിലും നിരക്ക് 14% വരെ ഉയരുമെന്നാണ് പ്രതീക്ഷ. വർദ്ധിച്ചുവരുന്ന വേതനവും ജീവനക്കാരുടെ ക്ഷാമവും, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ തർക്കങ്ങളും നിലവിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഇന്ധന ചെലവും വിമാനക്കൂലി വർദ്ധിക്കുന്നതിന് കാരണമായി. കൂടാതെ എയർലൈനുകൾ പുതിയ സർചാർജുകൾ ചേർക്കുന്നത് തുടരുന്നു. ഓസ്ട്രേലിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ വർധന. പ്രത്യേകിച്ച് ആഭ്യന്തര യാത്രകളിൽ ഇത് കാണാനാകും. ചെറിയ വിമാന കമ്പനികളായ റെക്സ്, ബോൺസ എന്നിവയുടെ തകർച്ചയെ തുടർന്ന് ക്വാണ്ടാസ് എയർവേസ് ലിമിറ്റഡും വിർജിൻ ഓസ്ട്രേലിയയും വ്യോമയാന വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. പ്രവാസികൾക്ക് ബാധകമാകുന്ന റെസിഡൻസി നിയമങ്ങൾ പരിഷ്കരിച്ച് കുവൈറ്റ്. നിയമലംഘകർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 5000 മുതൽ 10000 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ. ഖത്തറിൽ ഗതാഗത നിയമലംഘകർക്ക് പിഴത്തുകയിൽ അനുവദിച്ച ഇളവ് കാലാവധി നവംബർ 30 അവസാനിക്കും. പിഴയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് 50%. UAEയിൽ പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ എക്സിറ്റ് പെർമിറ്റിന് ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. അവധി ദിനങ്ങൾ സേവനത്തെ ബാധിക്കില്ലെന്നും അറിയിപ്പ്. ഭക്ഷ്യവസ്തുക്കളിൽ പോഷകങ്ങളുടെ അളവ് രേഖപ്പെടുത്തണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി. അടുത്ത വർഷം ജൂൺ 1 മുതൽ നിയമം നിലവിൽ വരും. ചെങ്കടലിൽ ക്രൂസ് കപ്പൽ വിനോദയാത്ര ഡിസംബർ 16 പുനരാരംഭിക്കുമെന്ന് സൗദി ടൂറിസം അതോറിറ്റി അറിയിച്ചു. ക്രൂസ് കപ്പൽ യാത്രക്കാർക്കായി ചെങ്കടലിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ദ്വീപുകൾ ഒരുക്കും. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു ദ്വീപ്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ജനവാസമില്ലാത്ത ഈ ദ്വീപ്. പാചകപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭവമുണ്ട്. തെക്കൻ അമേരിക്കൻ രാജ്യമായ ഗയാനയുടെ ദേശീയ വിഭവമാണിത്.
ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.